സമയം രാത്രി 10 മണി. മലയോര മേഖലയിലെ വിജനമായ റോഡിലൂടെ മങ്ങിയ ഹെഡ്ലൈറ്റ് വെളിച്ചത്തിൽ ഒരു ജീപ്പ് സഞ്ചരിക്കുകയാണ്. ചെറിയ കവലകൾ എത്തുമ്പോൾ മധ്യവയസ്കനായ സൈമൺ ജീപ്പിന്റെ വേഗത കുറച്ച് കടകൾ വല്ലതും തുറന്നിട്ടുണ്ടോ എന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പല വഴികളും പിന്നിട്ട് വാഹനം മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അടക്കാൻ ഒരുങ്ങുകയായിരുന്ന ഒരു കടയുടെ മുന്നിൽ വാഹനം നിർത്തി കടയിലേക്ക് ചെന്നു. ഒരു സിഗരറ്റ് വേണം. കടയുടമ സിഗരറ്റ് എടുത്ത് കൊടുക്കാൻ നേരം സൈമണിന്റെ ശ്രദ്ധ പുറത്തെ കസേരയിലുണ്ടായിരുന്ന ന്യൂസ് പേപ്പറിലേക്കായിരുന്നു. ദമ്പതികളുടെ മരണം. ഭർത്താവിനെ കൊന്ന് ഭാഗ്യലക്ഷ്മി സ്വയം ആത്മഹത്യ ചെയ്തതാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. വാർത്തയിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് കടയുടമ ശബ്ദിച്ചു, ഹലോ, ഇതാ സിഗരറ്റ്. അത് 1 മാസം മുന്നേയുള്ള പത്രാണ് മാഷേ. ശബ്ദം കേട്ടതും പത്രത്തിൽ നിന്നും നോട്ടം പിൻവലിച്ച് അയാളുടെ കയ്യിൽ നിന്ന് സിഗരറ്റും വാങ്ങി ജീപ്പിനരികിൽ ചെന്നു. സിഗരറ്റ് വലിക്കാൻ ഒരുങ്ങിയെങ്കിലും ജീപ്പിന് മുൻവശത്തെ ഗ്ലാസിൽ പതിപ്പിച്ച ടെസ എന്ന പേരും സിഗരറ്റും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ കയ്യിലുണ്ടായിരുന്ന സിഗരറ്റ് ഒടിച്ചു കളഞ്ഞ് തറയിലിട്ടു. കടയടച്ച് വരികയായിരുന്ന കടയുടമ പറയുന്നുണ്ടായിരുന്നു, ടെസ മകളാണല്ലേ. മക്കളോട് ഓരോ സത്യം ചെയ്താ പിന്നെ അത് തെറ്റിക്കുമ്പോൾ മനസ്സിൽ വല്ലാത്ത പ്രയാസാണ്. അയാളുടെ വാക്കുകൾക്ക് ചെറു പുഞ്ചിരി മാത്രം മറുപടി നൽകി സൈമൺ അവിടെ നിന്നും ജീപ്പ് മുന്നോട്ടെടുത്തു. ഇരുവശത്തും റബ്ബർ തോട്ടം തിങ്ങി നിറഞ്ഞ വഴികളിലൂടെയായിരുന്നു പിന്നീടുള്ള സഞ്ചാരം. പെട്ടെന്ന് ഇടതുവശത്തെ പുറകിലെ ടയർ പഞ്ചറായി. വാഹനം ഒതുക്കി നിർത്തി ദേഷ്യത്തോടെ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ജീപ്പിൽ നിന്നും പുറത്തിറങ്ങി. ടയർ അഴിച്ചുകൊണ്ടിരിക്കെ മകളെ ഫോണിൽ വിളിച്ചു. മോളെ, അപ്പനെത്തിരി താമസിക്കും, മോള് കഴിച്ചിട്ട് കിടന്നോളൂ. ലൗഡ് സ്പീക്കറിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണിൽ നിന്നും മകൾ ടെസയുടെ മറുപടി അയാൾ കേൾക്കുന്നുണ്ടായിരുന്നു. ടയറായതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു. അച്ഛനെന്നും ഓരോ കാരണം ഉണ്ടാകുമല്ലോ. അത് മോളെ. അയാൾ മറുപടി പറയുന്നതിന് മുന്നേ ടെസ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. അതേസമയം ഏക്കറുകളോളം വിശാലമായി കിടക്കുന്ന റബ്ബർ തോട്ടത്തിലൂടെ തപ്പിത്തടഞ്ഞ് മരണവെപ്രാളത്തോടെ അരവിന്ദൻ ഓടുകയാണ്. നെറ്റിയിൽ നിന്നും വാർന്നൊഴുകിയ രക്തം കണ്ണുകളിൽ ഒഴുകി ഒലിച്ചതിനാൽ കാഴ്ചകൾ മങ്ങി തുടങ്ങിയിരിക്കുന്നു. തളർന്നവശനായെങ്കിലും ഇടത് കൈകൊണ്ട് കണ്ണിലെ രക്തം തുടച്ചു കളഞ്ഞ് അവൻ ഓടിക്കൊണ്ടേയിരുന്നു. സഹദേവനും കൂട്ടരും അവന് പിറകെ തന്നെ ഉണ്ടായിരുന്നു. അരവിന്ദന്റെ കണ്ണുകളിൽ ഇരുട്ട് കയറി തുടങ്ങിയിരിക്കുന്നു. ഏതു നിമിഷവും തളർന്നു വീഴാം. ഓടി ഓടി ഒടുവിൽ ഉയരമുള്ള മണൽത്തിട്ടയുടെ മുന്നിലെത്തി. മണൽത്തിട്ട കയറുകയല്ലാതെ മുന്നോട്ട് ഇനി വഴികളില്ല. മുകളിൽ റോഡാണ്. തളർന്നവശനായെങ്കിലും സർവ്വശക്തിയും ഉപയോഗിച്ച് ഏന്തി വലിഞ്ഞ് അവൻ മുകളിലേക്ക് കയറി. റോഡിലൂടെ ഓടാനൊരുങ്ങവേ പുറകിൽ നിന്നും സഹദേവൻ ആഞ്ഞു ചവിട്ടി. റോഡിലേക്ക് കമിഴ്ന്നു വീണ അവനെ അയാൾ കാലുകൊണ്ട് ചവിട്ടി നേരെ കിടത്തി. സഹദേവന്റെ കൂടെയുണ്ടായിരുന്ന അൻവറും മനുവും അവനെ എഴുന്നേൽക്കാൻ പറ്റാത്ത തരത്തിൽ ബലമായി പിടിച്ചുവെച്ചു. കയ്യിലുണ്ടായിരുന്ന കയർ 2 കൈകളിലുമായി പിടിച്ച് വട്ടം കറക്കിക്കൊണ്ട് സഹദേവൻ അരവിന്ദന്റെ മുകളിൽ കയറിയിരുന്നു. അവൻ ദയനീയമായി കരയുന്നുണ്ടായിരുന്നു. കണ്ടോ, ദാ ഇത്രയുള്ളൂ. അവന്റെ ഒരു സായാഹ്നപത്രം അന്വേഷണവും ഈ സഹദേവനെ കുരുക്കാനോളം ഒരു നിയമവും ഇവിടെ വളർന്നിട്ടില്ല. അങ്ങനെ വളരാൻ ഞാൻ അനുവദിക്കുകയുമില്ല. 10-11 കൊല്ലായി ഞാൻ ഈ കുരുതി തുടങ്ങിയിട്ട്. പിന്നെ അൻവറിനെയും മനുവിനെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ദേ ഇവന്മാരുണ്ടല്ലോ, ഇവരെ കൂട്ടിന് കൂടുന്നതിന് മുമ്പും ഈ സഹദേവൻ ഈ പണി ചെയ്തിട്ടുണ്ട്. ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അതൊക്കെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. ഇത് അധികാരവും കൈക്കരുത്തുമുള്ളവന്റെ ലോകമാണ്. നിന്നെ പോലെയുള്ള പൊതുജനമെന്ന കഴുതകൾ സ്വത്തിനും ജീവനും വേണ്ടി ദേ ഇതുപോലെ മലർന്നു കിടന്ന് കരയും. അതിനപ്പുറം ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നിപ്പം മനസ്സിലായി കാണും, അല്ലേ അരവിന്ദ? അൻവറെ, നീ മനുവിനെയും കൂട്ടി ഇവന്റെ ഓഫീസിലേക്ക് തന്നെ ചെല്ല്. സാറേ, അപ്പോ ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ചെല്ല്. പിന്നെ ആ അലമാരയിലുള്ള ഫയലുകളും സാമഗ്രികളും വലിച്ചു വാരിയിടണം. ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണം ഉണ്ടാക്കണം. നേരത്തെ കെട്ടിത്തൂക്കാൻ ശ്രമിച്ച കൈലി കൊണ്ട് തന്നെ സതീശന്റെ ബോഡി കെട്ടിത്തൂക്കണം. ഫിംഗർ പ്രിന്റ് പതിയാതെ സൂക്ഷിക്കണം. മണ്ടത്തരമൊന്നും കാണിച്ചേക്കരുത്. ശരി സാറേ. മനുവും അൻവറും പിടിവിട്ട് കയ്യിൽ ഗ്ലൗസ് ധരിച്ച് റബ്ബർ തോട്ടത്തിലേക്ക് ചാടിയിറങ്ങി നടത്തം ആരംഭിച്ചു. സഹദേവൻ അരവിന്ദന്റെ കഴുത്തിൽ കയറ് മുറുക്കിക്കൊണ്ട് പറഞ്ഞു, വ്യക്തിവൈരാഗ്യത്താൽ സമഗ്രം സായാഹ്ന പത്രത്തിന്റെ റിപ്പോർട്ടറെ കൊന്ന് ഉടമ തൂങ്ങി മരിച്ചു. നാളത്തെ ന്യൂസ് ഹെഡ്ലൈൻ കൊള്ളാലോ അരവിന്ദ.
രക്തം വാർന്നൊഴുകി അവശനിലയിലായതിനാൽ പ്രതികരിക്കാനുള്ള കരുത്ത് അരവിന്ദിനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് സഹദേവിന്റെ പുറകിൽ ആരോ വന്നു നിന്നു. തിരിഞ്ഞു നോക്കുന്നതിനു മുമ്പേ ജാക്കി ലിവർ കൊണ്ട് ആഞ്ഞൊരടി കിട്ടി. അടിച്ചത് സൈമണായിരുന്നു. തെറിച്ചു വീണ സഹദേവനെ അയാൾ ചവിട്ടി റബ്ബർ തോട്ടത്തിലേക്കിട്ടു. ശേഷം അരവിന്ദന് നേരെ കൈനീട്ടി. മോനെ, പെട്ടെന്ന് എഴുന്നേൽക്ക്. അയാൾ അരവിന്ദിന് നേരെ കൈനീട്ടിയെങ്കിലും എഴുന്നേൽക്കാനോളമുള്ള കരുത്ത് അവനുണ്ടായിരുന്നില്ല. സൈമൺ അവനെ എടുത്തു പൊക്കി ചേർത്തു പിടിച്ച് ജീപ്പിൽ കൊണ്ടിരുത്തി. ജാക്കിയും അഴിച്ചുമാറ്റിയ ടയറും അല്പം പ്രയാസപ്പെട്ട് അതിവേഗത്തിൽ വാഹനത്തിൽ കയറ്റി വാഹനം മുന്നോട്ടെടുത്തു. മോനെ, ആരാണയാൾ? അയാൾ എന്തിനാ നിന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത്? അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ അരവിന്ദൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. കർത്താവേ, തലയിൽ നിന്നും നല്ലപോലെ രക്തം വരുന്നുണ്ടല്ലോ. സൈമൺ ഒരു നിമിഷം വണ്ടി നിർത്തി. ഷോൾഡറിലുണ്ടായിരുന്ന തോർത്തുമുണ്ടെടുത്ത് അരവിന്ദന്റെ നെറ്റിയിൽ മുറുക്കി കെട്ടി. പിന്നെ മൊബൈൽ ഫോൺ എടുത്ത് സുഹൃത്തായ സജിയെ വിളിച്ചു. സജി, നീ എവിടെയാ ഉള്ളേ? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാ സൈമണേട്ടാ. നീ ഒന്ന് നാൽക്കവല വരെ വരാമോ? ഒരാളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുണ്ട്. ശരി സൈമണേട്ടാ, ഞാൻ ബസ് സ്റ്റോപ്പിനടുത്തുണ്ടാവും. പെട്ടെന്ന് അരവിന്ദൻ സൈമണിന്റെ കയ്യിൽ കയറി പിടിച്ചു. ഏട്ടാ, എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകരുത്. മോൻ എന്തായി പറയുന്നേ? തലയിൽ നല്ലപോലെ മുറിവ് പറ്റിയിട്ടുണ്ട്. ആശുപത്രിയിൽ പോകാതെ എങ്ങനെയാ? അവശതയിലാണെങ്കിലും സൈമണിന്റെ ആ ചോദ്യത്തിന് വളരെ പ്രയാസപ്പെട്ട് അരവിന്ദൻ മറുപടി പറഞ്ഞു. എല്ലാ ആശുപത്രിയിലും അയാളുടെ ആൾക്കാർ എത്തിക്കാണും. അവർ ഇനി വെറുതെ വിടില്ല. എന്നാൽ പോലീസിൽ അറിയിച്ചാലോ? വേണ്ട ചേട്ടാ, അയാൾ പോലീസാണ്. അതു കേട്ടതും സൈമൺ ഒന്ന് ഞെട്ടി. അരവിന്ദന് കൂടുതൽ സംസാരിക്കാനോളം പ്രാപ്തിയില്ലായിരുന്നു. എങ്കിലും അവൻ വലിയൊരു അപകടത്തിലാണെന്ന് അയാൾ മനസ്സിലാക്കി. നാൽക്കവലയിൽ കാത്തിരിക്കുകയായിരുന്ന സജിയെ വണ്ടിയിൽ കയറ്റി സൈമൺ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു. ഇവന്റെ പ്രശ്നം എന്താണെന്നറിയാത്തതുകൊണ്ട് കൂടുതൽ പേരെ അറിയിക്കുന്നത് അപകടമാണ്. ഡോക്ടർമാർ വേണമെന്നില്ല. പരിചയത്തിലുള്ള നഴ്സുമാർ ആരെങ്കിലും ഉണ്ടോ സജി? ഹോസ്പിറ്റലിൽ പോവാതെ എന്ത് ചെയ്യാനാ സൈമണേട്ടാ? പിന്നെ നമ്മുടെ ഉമ്മേച്ചിയുണ്ട്. ഉമ്മയോ? അവള് ഫാർമസിസ്റ്റ് അല്ലേ? അതെ. പക്ഷേ ചേച്ചിയുടെ പരിചയത്തിൽ ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ടാവും. ഫോൺ നമ്പർ എനിക്കറിയില്ല. വീട്ടിലേക്ക് പോകേണ്ടി വരും. സൈമൺ അധികം സമയം പാഴാക്കിയില്ല. സജി വഴി പറഞ്ഞു കൊടുത്ത പ്രകാരം ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കി വളരെ വേഗത്തിൽ ജീപ്പ് ഓടിച്ചു. അല്പസമയത്തിനുള്ളിൽ അവർ ഉമ്മയുടെ വീട്ടിലെത്തി. സജി കാര്യങ്ങളൊക്കെ ഉമ്മയെ പറഞ്ഞു ബോധിപ്പിച്ചു. ഉമ്മ നേരെ ജീപ്പിനരികിൽ ചെന്ന് അരവിന്ദനെ നോക്കി. അരവിന്ദൻ ഇരുന്ന സീറ്റിൽ നിന്നും രക്തം ജീപ്പിന്റെ തറയിലേക്ക് ഇറ്റിറ്റു വീഴുന്നുണ്ടായിരുന്നു. തറയിൽ നിറയെ രക്തമാണ്. ഉമ്മയാകെ ഞെട്ടിപ്പോയി. നിങ്ങൾ രണ്ടുപേരും ഇതെന്തു ഭാവിച്ചാണ്? ഇയാൾക്ക് തലയിൽ മാത്രമല്ല, ദേഹത്ത് മറ്റെവിടെയോ സാരമായ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവിടെ കിടന്ന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, നമ്മളെല്ലാം ഉത്തരം പറയേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നോക്ക്. ഉമ്മ അത് പറഞ്ഞുകൊണ്ടിരിക്കെ അരവിന്ദൻ സർവ്വശക്തിയും ഉപയോഗിച്ച് ഉമ്മയുടെ കയ്യിൽ പിടിച്ചു. ചേച്ചി, എന്നെ കൈവിടരുത്. സർവ്വസന്നാഹങ്ങളും ഒരുക്കി എനിക്ക് വേണ്ടി അയാൾ വലവിരിച്ചിട്ടുണ്ടാവും. കാക്കിക്കുള്ളിലെ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ എന്റെ ജീവൻ എനിക്ക് ബാക്കി വെക്കണം. അരവിന്ദന്റെ അവശതയോടെയുള്ള ആ വാക്കുകൾ കേട്ടതും ഉമ്മ കൂടുതലൊന്നും ആലോചിച്ചില്ല. സജി, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇയാളെ ഒന്ന് അകത്തു കൊണ്ടുപോയി കിടത്ത്. പെട്ടെന്നാവട്ടെ. ഞാൻ സേറയെ വിളിച്ചു നോക്കട്ടെ. ഉമ്മ ഫോണെടുത്ത് ധൃതിയിൽ സുഹൃത്തായ സേറയെ വിളിച്ചു. ഹലോ സേറ, നീ ഡ്യൂട്ടിയിലാണോ? അതെ ചേച്ചി. കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിസേറിയൻ കേസ് ഉണ്ടായിരുന്നു. അയ്യോ, അപ്പൊ നീ ബിസി ആയിരിക്കുമല്ലേ? എന്താ ചേച്ചി, എന്താ പ്രശ്നം? ചേച്ചി കാര്യം പറ. ഇവിടെ ഇപ്പോൾ എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ഫ്രീ ആണ്. എങ്കിൽ പെട്ടെന്ന് എന്റെ വീട് വരെ വരാമോ? ഒരാൾക്ക് നല്ലപോലെ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. സ്റ്റിച്ച് ഇടേണ്ടി വരും. ആളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ ചേച്ചി. അത് പറ്റില്ല സേറ, ഒരു പ്രശ്നമുണ്ട്. കാര്യങ്ങൾ നേരി പറയാം. നീ എത്രയും പെട്ടെന്ന് വരണം. ശരി, ഇപ്പൊ തന്നെ എത്താൻ ചേച്ചി. സേറ അതിവേഗം തന്റെ കാറുമായി ഉമ്മയുടെ വീട് ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടു. വീടിന് മുന്നിൽ സൈമണിന്റെ ജീപ്പ് നിർത്തിയിട്ടതിനാൽ അല്പം പ്രയാസപ്പെട്ടാണ് കാർ അകത്തേക്ക് ഡ്രൈവ് ചെയ്ത് കയറ്റിയത്. ഇറങ്ങുന്നതിനിടയിൽ വണ്ടി എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടോ എന്ന സംശയത്താൽ വളരെ പെട്ടെന്ന് കാറിന്റെ വശങ്ങളിൽ ഒന്ന് കണ്ണോടിച്ചു.
അപ്പോഴാണ് രക്തം പുരണ്ട നിലയിൽ ഒരു പെൻഡ്രൈവ് തറയിൽ കണ്ടത്. ഒരു നിമിഷം അത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും സേറ അത് കാര്യമാക്കാതെ അകത്തേക്ക് കയറി. അകത്ത് കയറിയ സേറ അരവിന്ദനെ കണ്ടതും ഒരു നിമിഷം നിന്നു. ഒരടി അവൾ പിറകോട്ട് വെച്ചെങ്കിലും മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അരവിന്ദന്റെ അടുത്ത് ചെന്നിരുന്നു. തലയിൽ സൈമൺ കെട്ടിക്കൊടുത്തിരുന്ന കെട്ടഴിച്ചു മാറ്റി ഡ്രസ്സിംഗ് ക്ലോത്ത് ഉപയോഗിച്ച് വൃത്തിയായി കെട്ടിക്കൊടുത്തു. ചേച്ചി, തലയിലെ ഇഞ്ചുറി കുഴപ്പമില്ല, പക്ഷേ മുതുകിലൊരു വെട്ടേറ്റിട്ടുണ്ട്. അതല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ശരീരം തണുത്തു തുടങ്ങിയിട്ടുണ്ട്. ഹൃദയമിടിപ്പും കൂടുതലാണ്. പോരാതെ വോമിറ്റിംഗ് ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ശരീരത്തിൽ നിന്നും 30% രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രക്തം സംഘടിപ്പിക്കണം. പിന്നെ സൈമണിനെ നോക്കിക്കൊണ്ട് സേറ പറഞ്ഞു, എന്റെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ റാപ്പിഡ് ബ്ലഡ് ടൈപ്പിംഗ് കിറ്റുണ്ട്. ഒന്നെടുത്തു തരാമോ? സൈമൺ വേഗം ചെന്ന് അതെടുത്ത് സേറയുടെ കയ്യിലേൽപ്പിച്ചു. സേറ ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധന ആരംഭിച്ചു. റിസൾട്ട് കണ്ടയുടനെ അവൾ തലയിൽ കൈവച്ച് അസ്വസ്ഥത കാണിച്ചു. ഉമ അടുത്തു ചെന്ന് പരിശോധിച്ച സാമ്പിളിലേക്ക് നോക്കി നെടുവീർപ്പിട്ടു. എന്റെ ദൈവമേ, AB നെഗറ്റീവോ? ഉമയുടെയും സേറയുടെയും അസ്വസ്ഥത കണ്ട് സൈമൺ കാര്യം തിരക്കി. എന്താ മക്കളെ പ്രശ്നം? സൈമണിന്റെ ചോദ്യത്തിന് ഉമ മറുപടി പറഞ്ഞു. നെഗറ്റീവ് ഗ്രൂപ്പാണ് സൈമണേട്ടാ. രക്തം സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരും. സൈമണേറ്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? അറിയില്ല മോളെ. ഉമ്മ സൈമണിന്റെ കയ്യിൽ നിന്നും ലൈസൻസ് വാങ്ങി പരിശോധിച്ചു. ഛേ, B പോസിറ്റീവാണ്. ഉടനെ സേറ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ചേച്ചി, കൂടുതൽ സമയം നമ്മുടെ കയ്യിലില്ല. ഇയാളുടെ ശരീരത്തിൽ നിന്ന് ഈർപ്പം വന്നു തുടങ്ങിയിരിക്കുന്നു. ഇതേ അവസ്ഥയിൽ തുടരുകയാണെങ്കിൽ കോമയിലായി പോകും. ഹോസ്പിറ്റലിൽ നിന്നും രക്തം സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവിനാശിന്റെ പേഷ്യന്റായ സ്ത്രീയുടെ സിസേറിയന് വേണ്ടി രാവിലെ നെഗറ്റീവ് ഗ്രൂപ്പുള്ള 1-2 പേരുടെ നമ്പർ കളക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബ്ലഡ് വേണ്ടി വന്നിട്ടില്ല. ആ സ്ത്രീയുടെ കൂടെയുണ്ടായിരുന്ന ആളുടെയും നെഗറ്റീവ് ഗ്രൂപ്പാണെന്നാണ് അറിഞ്ഞത്. പിന്നെ സേറ സൈമണിനെ നോക്കി ചോദിച്ചു, സൈമൺ എന്നല്ലേ പേര്? അതേ മോളെ. ഒന്ന് എന്റെ കൂടെ ഹോസ്പിറ്റൽ വരെ വരാമോ? എന്റെ വണ്ടിയിൽ പെട്രോൾ കുറവാണ്. അതിനെന്താ മോളെ? പുറത്തിറങ്ങിയ സേറ ആദ്യം ചെയ്തത് തറയിലുണ്ടായിരുന്ന പെൻഡ്രൈവ് എടുത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാതെ അതിവേഗം ഓവർകോട്ടിന്റെ പോക്കറ്റിലേക്കിട്ടു. ശേഷം റിമോട്ട് ഉപയോഗിച്ച് സ്വന്തം കാർ ലോക്ക് ചെയ്തു. പിന്നെ ജീപ്പിലേക്ക് കയറുന്നതിനു മുമ്പ് സേറ ചില കാര്യങ്ങൾ ഉമയെ ഓർമ്മിപ്പിച്ചു. ചേച്ചി, ഇയാളെ പുതപ്പ് കൊണ്ട് നല്ലതുപോലെ മൂടിക്കൊടുക്കണം. പരമാവധി ബോഡി ഹീറ്റ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. വെള്ളം ചോദിക്കുകയാണെങ്കിൽ ചുണ്ടിൽ നനച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഉറങ്ങാൻ സമ്മതിക്കരുത്. എന്തേലുമൊക്കെ അയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. മറുപടി തന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് തന്നെ വരാം. അതൊക്കെ എനിക്കറിയാം സേറ. നീ വേഗം ബ്ലഡ് സംഘടിപ്പിക്കേ. സൈമൺ വാഹനം സ്റ്റാർട്ട് ചെയ്ത് പുറകോട്ടെടുത്തു. പിന്നെ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി അതിവേഗം ജീപ്പ് മുന്നോട്ട് പാഞ്ഞു. യാത്രക്കിടയിൽ സേറ വല്ലാത്ത അസ്വസ്ഥതയിലായിരുന്നു. അത് കണ്ട് സൈമൺ അവളോട് പറഞ്ഞു, എന്താ മോളെ? മോള് വിഷമിക്കണ്ട. ദൈവം നമ്മുടെ കൂടെ തന്നെയുണ്ട്. അയാൾക്കൊന്നും സംഭവിക്കില്ല. സൈമണേട്ടാ, ചില യാഥാർത്ഥ്യങ്ങൾ കൈപ്പുള്ളതാണ്. അരമണിക്കൂറിനുള്ളിൽ അയാൾക്ക് ബ്ലഡ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ സേറ ഡോക്ടർ അവിനാശിനെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. സംസാരത്തിനിടയിൽ മറുവശത്ത് നിന്നും കോൾ അറ്റൻഡ് ചെയ്തു. പറ സേറ, നീ എവിടെ പോയി? കണ്ടില്ല. സോറി അവിനാശി, ഒരു അത്യാവശ്യ കാര്യമായതുകൊണ്ട് പറയാതെ വന്നതാണ്. കാലത്ത് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നവരുടെ ബ്ലഡ് കളക്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലോ. ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട്. നീയൊന്ന് പുറത്തെത്തിച്ചു തരണം. അയ്യോ സേറ, പ്ലീസ് അവിനാശ്, അത്യാവശ്യമായതുകൊണ്ടാണ്. ശരി, വാ. സേറ ഫോൺ കട്ട് ചെയ്തതും ഉമയുടെ ഫോൺ കോൾ വന്നു. സേറ, സജിയുടെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാണ്. എന്നിട്ടെന്താ ചേച്ചി അവൻ നേരത്തെ പറയാതിരുന്നത്? അവൻ്റേത് O നെഗറ്റീവ് ഗ്രൂപ്പാണെന്ന് അവനറിയാം. പക്ഷേ അവന്റെ ബ്ലഡ് എല്ലാ ബ്ലഡ് ഗ്രൂപ്പിലേക്കും ഡൊണേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അവനറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ചുമ്മാ അവന്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് അറിയുന്നത്. വെപ്രാളത്തിനിടയിൽ അവനോട് നമ്മൾ ചോദിക്കാനും മറന്നു. ഉമയുടെ സംസാരം തടഞ്ഞുകൊണ്ട് സേറ പറഞ്ഞു, ചേച്ചി, എന്റെ കാറിന്റെ കീ കയ്യിലായിപ്പോയി. ഡിക്കിയിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കിറ്റുണ്ട്. എങ്ങനെയെങ്കിലും ഡിക്കി തുറന്ന് പെട്ടെന്ന് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാമോ? ശരി സേറ. ഉമയും സജിയും പെട്ടെന്ന് തന്നെ സേറയുടെ കാറിനരികിൽ ചെന്നു. ക്വാർട്ടർ ഗ്ലാസ് തകർത്ത് വണ്ടി തുറന്നാലോ സജി? അതിന്റെ ആവശ്യമില്ല ചേച്ചി. ഇത് സുസുക്കിയുടെ വണ്ടിയല്ലേ.
ഡ്രൈവർ സൈഡിലെ മുൻഭാഗത്തെ മഡ് ഫ്ലാപ്പ് ഇളക്കിയാൽ വിടവിലൂടെ അകത്തേക്ക് പോകുന്ന വയർ കിറ്റ് കിട്ടും. അതിൽ നിന്നും സെന്റർ ലോക്കിന്റെ വയറിൽ ബ്ലേഡ് ഉപയോഗിച്ച് ഒരു സ്ക്രാച്ച് ഉണ്ടാക്കിയാൽ തന്നെ വണ്ടി അൺലോക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ആവട്ടെ സജി. ഇപ്പോൾ ചെയ്യാൻ ചേച്ചി. അല്പസമയം കൊണ്ട് തന്നെ സജി വണ്ടി തുറന്നു കൊടുത്തു. ഡിക്കിയിൽ നിന്നും കിറ്റെടുത്ത് വേഗം തന്നെ ബ്ലഡ് നൽകാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി. അതേസമയം അഭിലാഷിന്റെ കയ്യിൽ നിന്നും ബ്ലഡ് ശേഖരിച്ചതിനു ശേഷം സേറ പറഞ്ഞു, തൽക്കാലം ഈ വിവരം നീ ആരോടും പറയണ്ട. ആരെങ്കിലും അന്വേഷിച്ചു വന്നാലും ഇവിടെ നിന്നും ബ്ലഡ് പുറത്തുപോയ വിവരം അറിയിക്കരുത്. എന്താ സാറാ, എന്താ അതിന്റെ പ്രശ്നം? അതൊക്കെ നാളെ നേരി കാണുമ്പോൾ പറയാം. തൽക്കാലം നീ ആരോടും പറയാതിരുന്നാ മതി. അഭിലാഷിനോട് യാത്ര പറഞ്ഞ് ജീബു മുന്നോട്ടെടുത്തു. സേറ ഉടനെ ഉമയെ കോൾ ചെയ്തു. ചേച്ചി എന്തായി? കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സേറ. ഓക്കെ ചേച്ചി, ഒരു യൂണിറ്റ് കഴിയുമ്പോഴേക്കും ഞാൻ ബ്ലഡുമായി എത്തും. പെട്ടെന്ന് സൈമൺ വാഹനം സൈഡിൽ ഒതുക്കി. എന്താ സൈമൺ ഏട്ടാ? അല്പം ദൂരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൈമൺ പറഞ്ഞു, മോളെ ചെക്കിംഗ് ഉണ്ട്. ID കാർഡ് ഉണ്ടെങ്കിൽ മാറ്റിവെക്ക്. നീ ഡോക്ടറാണെന്ന് അറിയണ്ട. ആ കോട്ട് മൂരിവെക്ക്. ബ്ലഡ് പിറകിലെ സീറ്റിനടിയിൽ ഒരു ബോക്സ് ഉണ്ട്, അതിൽ വെച്ചേര്. ഇതയാളുടെ പണി തന്നെയായിരിക്കും. എല്ലാ ഹോസ്പിറ്റലിലും അന്വേഷിച്ചു കാണും. എവിടെയും അന്വേഷിച്ച് കാണാത്തത് കൊണ്ട് വാഹന പരിശോധനയുമായി ഇറങ്ങിയതാണ്. സംശയം തോന്നിയാൽ പിന്നെ വലിയ പ്രശ്നമാകും. സേറ ഉടനെ ഓവർകോട്ട് ഊരി ID കാർഡും ബ്ലഡും മാറ്റിവെച്ചു. സൈമൺ വണ്ടി മെല്ലെ മുന്നോട്ടെടുത്തു. ചെക്കിങ്ങിനടുത്തെത്തിയതും ഒരു പോലീസുകാരൻ വണ്ടിക്ക് നേരെ കൈ കാണിച്ചു. അങ്ങോട്ട് ചെല്ല്, സൈഡിലോട്ട് അടുപ്പിക്ക്. പോലീസുകാരൻ പറഞ്ഞത് പ്രകാരം സൈമൺ വാഹനം സൈഡിലൊതുക്കി. അപ്പോഴേക്കും പരിചയമുള്ള ഒരു പോലീസുകാരൻ സൈമണിന്റെ വണ്ടിയുടെ അരികിലെത്തി. അല്ല, ഇതാര് സൈമണേട്ടനോ? കുറെ ആയല്ലോ കണ്ടിട്ട്. മോളൊറ്റയ്ക്കല്ലേ മനോജ് സാറേ. ജോലി കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ കറക്കമൊന്നുമില്ല. എന്താ സാറേ പ്രശ്നം? പെട്ടെന്നൊരു നൈറ്റ് പട്രോളിംഗ് ഒക്കെ. വണ്ടി പരിശോധിക്കാൻ ഒരുങ്ങിയ മറ്റു പോലീസുകാരെ മനോജ് തടഞ്ഞു. ഡോ വിട്ടേക്ക്, ഇത് നമ്മുടെ ആളാ. അത് സൈമണേട്ടാ, നമ്മുടെ സഹദേവൻ സാറിന്റെ എന്തോ ഒരു വള്ളിക്കേസാണ്. ആരെയോ കൊന്നിട്ട് ഒരുത്തൻ കടന്നു കളഞ്ഞു എന്നാണ് പറയുന്നത്. സാറിനും നല്ലപോലെ തല്ല് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആളുടെ ഫോട്ടോ ഉണ്ട്. മൊബൈൽ ഫോൺ തുറന്ന് അരവിന്ദന്റെ ഫോട്ടോ എടുത്ത് മനോജ് സൈമണിനെ കാണിച്ചു കൊടുത്തു. സൈമൺ ഒന്നും ഞെട്ടിയെങ്കിലും ഭാവവ്യത്യാസം കാണിച്ചില്ല. എന്നാ സൈമണേട്ടാ, നിങ്ങൾ വിട്ടോ. ആളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടേ ഒന്ന് അറിയിക്കണം കേട്ടോ. ശരി മനോജ് സാറേ. മനോജിനോട് യാത്ര പറഞ്ഞ് സൈമൺ വളരെ വേഗത്തിൽ ജീപ്പ് മുന്നോട്ടെടുത്തു. മണിക്കൂറുകൾ കടന്നു നീങ്ങി. ശുശ്രൂഷയ്ക്കൊടുവിൽ അരവിന്ദൻ മയങ്ങി തുടങ്ങി. ചേച്ചി, പൾസ് നോർമലായിട്ടുണ്ട്. ഇനി അയാൾ ഉറങ്ങിക്കോട്ടെ. തലയിലെയും മുതുകിലെയും സ്റ്റിച്ചൊന്ന് ശ്രദ്ധിക്കണം. ഞാൻ നാളെ ഡ്യൂട്ടി കഴിഞ്ഞ് വരാം. ശരി സേറ. സേറ തന്റെ കാറുമായി അവിടെ നിന്നും യാത്ര പുറപ്പെട്ടു. ഫ്ളാറ്റിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അവൾ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ച് ആരെയോ കോൾ ചെയ്തു. എവിടെയാ ഉള്ളത്? അതറിഞ്ഞിട്ട് നിനക്ക് എന്തു വേണോടി? ചൂടാവാതെ സഹദേവൻ സാറേ. പിന്നെ ആ അരവിന്ദനെ കിട്ടിയോ? ഞാൻ അരവിന്ദനെ അന്വേഷിക്കുന്ന വിവരം നിനക്കെവിടെ നീട്ടി? സാറ് സിംഹാകുമ്പോ അതിന്റെ രക്തം കുടിക്കുന്ന ചെല്ലെങ്കിലും ആയാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. നിന്ന് ഫിലോസഫി പറയാതെ കാര്യം പറയടി. ചത്തുപോകേണ്ടതായിരുന്നു. ഞാൻ അവനെ സേഫാക്കിയിട്ടുണ്ട്. 3 കോടി. അതെപ്പോൾ എന്റെ കയ്യിലെത്തുന്നുവോ അപ്പോൾ അയാളെ നൈസായി ഒഴിവാക്കി തരാം. ബോഡി പോലും കിട്ടാത്ത തരത്തിൽ. നീ കളിക്കുവാണ് അല്ലേടി? അതെ സാറേ, കളിക്കുവാണ്. സാർ ഒരുപാട് ആൾക്കാരുടെ ജീവിതം വെച്ച് കളിച്ചില്ലേ? ഇനി ഞാനും ഒന്ന് കളിച്ചു നോക്കട്ടെ. പിന്നെ ആ പെൻഡ്രൈവ് എന്റെ കയ്യിലുണ്ട് കേട്ടോ. ഡീ, ആരോടാണ് കളിക്കുന്നതെന്ന് ഓർമ്മ വേണം. അടങ്ങ് സഹദേവ. നീ കൊന്നുതള്ളിയ പാവങ്ങളെ പോലെയല്ല അവൻ. ഇത്രയും ബ്ലഡ് പോയിട്ടും അവൻ പിടിച്ചു നിൽക്കണമെങ്കിൽ അവന്റെ ചങ്കിൽ കത്തുന്ന തീയുണ്ടല്ലോ, അതും മതി നിന്നെയും നിന്റെ സാമ്രാജ്യവും കരിച്ചു കളയാൻ. അതും പറഞ്ഞ് സേറ ഫോൺ കട്ട് ചെയ്തു. സഹദേവൻ പലതവണ വിളിച്ചെങ്കിലും അവൾ കോൾ എടുത്തില്ല. സേറ അതിവേഗത്തിൽ ഫ്ളാറ്റ് ലക്ഷ്യമാക്കി കാർ ഓടിച്ചു. സഹദേവൻ നിർത്താതെ അവളെ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഫ്ളാറ്റിലെ ലിഫ്റ്റിനുള്ളിൽ കയറിയുടനെ പെൻഡ്രൈവ് കയ്യിലെടുത്ത് മൊബൈൽ ഫോണിൽ സെൽഫ് വീഡിയോ ചിത്രീകരിച്ചു. എന്റെ കയ്യിലുള്ള പെൻഡ്രൈവിന് വേണ്ടി സർക്കിൾ ഇൻസ്പെക്ടർ സഹദേവൻ എന്നെ പിന്തുടരുകയാണ്. ഇതിൽ അയാളുടെ പല രഹസ്യങ്ങളുമുണ്ട്. എന്റെ ജീവൻ അപകടത്തിലാണ്. ശേഷം ആ വീഡിയോ ഉച്ചയ്ക്ക് 2 മണിക്ക് പബ്ലിഷാകും വിധത്തിൽ യൂട്യൂബിൽ ഷെഡ്യൂൾ ചെയ്തു. അപ്പോഴേക്കും സഹദേവനും കൂട്ടരും വാഹനവുമായി ഫ്ളാറ്റിനരികിലെത്തി.
ആദ്യം വണ്ടിയിൽ നിന്നും അൻവർ പുറത്തിറങ്ങി. അവൻ ഫ്ളാറ്റിന് മുന്നിലെ മതിൽ ചാടി ഒരു മൂലയിൽ ഒളിച്ചിരുന്നു. പിന്നെ മനുവും വാഹനത്തിൽ നിന്നും ഇറങ്ങി. നേരെ മെയിൻ ഗേറ്റിന് മുന്നിൽ ചെന്ന് ഗേറ്റിൽ മുട്ടി ശബ്ദമുണ്ടാക്കി. ചെറിയ ഉറക്കത്തിന്റെ ആലസ്യത്തിലായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ. ശബ്ദം കേട്ട് ഗേറ്റിനരികിൽ ചെന്ന് നോക്കി. മനുവിനെ കണ്ടതും അയാൾ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് മനുവിന്റെ മുഖത്തേക്ക് തെളിച്ചു. ആരാ? സെക്യൂരിറ്റിയുടെ ചോദ്യത്തിന് വളരെ മാന്യതയോടെ മനു മറുപടി പറഞ്ഞു. പ്രഭാകരൻ സാറും ഫാമിലിയും ഈ ഫ്ളാറ്റിലാണോ താമസിക്കുന്നത്? അയാൾ മനുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കെ അൻവർ ശബ്ദമുണ്ടാക്കാതെ പിറകിൽ ചെന്ന് നിന്നു. പ്രത്യേകം തയ്യാറാക്കിയെടുത്ത സെഡേഷൻ വളരെ വേഗത്തിൽ സെക്യൂരിറ്റിക്കാരന്റെ കഴുത്തിൽ ഇഞ്ചക്ട് ചെയ്ത് തിരിഞ്ഞോടി. വേദന കൊണ്ട് കഴുത്തിൽ മുറുകെ പിടിച്ച് അൻവറിന് പിറകെ അയാൾ ഓടാൻ ആരംഭിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അയാൾ തളർന്ന് അവശനായി തറയിൽ വീണു. ലിഫ്റ്റിൽ നിന്നും ഇറങ്ങിയ സേറ അതിവേഗത്തിൽ തന്റെ ഫ്ളാറ്റിലേക്ക് ഓടി. വെപ്രാളപ്പെട്ട ഫ്ളാറ്റ് തുറന്ന് റൂമിനുള്ളിലെ ലാപ്ടോപ്പിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്ത് ഡാറ്റകൾ കോപ്പി ചെയ്തു. പിന്നെ ആ ഡാറ്റകൾ പല മെയിൽ ഐ ഡിയിലേക്ക് ഷെഡ്യൂൾ ചെയ്യുന്ന തിരക്കിലായിരുന്നു. അൻവർ സെക്യൂരിറ്റി ജീവനക്കാരനെ ഒരു മൂലയിൽ വലിച്ചിഴിച്ചുകൊണ്ട് പോയി കിടത്തി. പിന്നെ ഗേറ്റ് തുറന്ന് മനുവിനെ അകത്ത് കയറ്റി. അവർ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു. സെക്യൂരിറ്റി റൂമിന് അടുത്തുണ്ടായിരുന്ന CCTV ക്യാമറ ശ്രദ്ധയിൽപ്പെട്ടതോടെ അത് തല്ലി തകർത്ത് വയറ് വലിച്ച് പുറത്തെടുത്തു. പിന്നെ ക്യാമറ വയറിലൂടെ ഹൈ വോൾട്ടേജ് വൈദ്യുതി കടത്തിവിട്ടു. അതോടെ ഫ്ളാറ്റിലെ മുഴുവൻ ക്യാമറകളും നിശ്ചലമായി. ഉടനെ അൻവർ സഹദേവനെ കോൾ ചെയ്തു. സാറേ, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ക്യാമറകൾ നിശ്ചലമായതോടെ വാഹനത്തിലുണ്ടായിരുന്ന സഹദേവൻ മെല്ലെ പുറത്തിറങ്ങി. അയാൾ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. ആരുടെയും ശ്രദ്ധ പതിയുന്നില്ല എന്ന് ഉറപ്പുവരുത്തി. മെല്ലെ തുറന്നു കിടക്കുന്ന ഗേറ്റിലൂടെ അകത്തു കടന്നു. മൂവരും ഫ്ളാറ്റിന്റെ എൻട്രൻസ് വഴി അകത്തു കടന്നു. പിന്നെ ലിഫ്റ്റിൽ സഞ്ചരിച്ച ശേഷം സേറയുടെ ഫ്ളാറ്റിലേക്ക് നടന്നെടുത്തു. അതേസമയം സേറ ഇമെയിലുകൾ ഷെഡ്യൂൾ വെച്ചതിന് ശേഷം ലാപ്ടോപ്പ് കട്ടിലിന്റെ അഗ്രഭാഗത്ത് അടിച്ചു തകർത്തു. ശേഷം വെപ്രാളപ്പെട്ട് അതിൽ നിന്നും ഹാർഡ് ഡിസ്ക് ഊരിയെടുത്തു. സഹദേവനും കൂട്ടനും ഫ്ളാറ്റ് നമ്പർ 116 മുന്നിലെത്തി. മനു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വഴിയിൽ തന്നെ നിന്നു. അൻവർ പൂട്ടു തുറക്കാനുള്ള ശ്രമം ആരംഭിച്ചു. ഡോർ തുറക്കാൻ ശ്രമിക്കുന്ന ശബ്ദം കേട്ട് സേറ അതിവേഗത്തിൽ കിച്ചണിലേക്ക് ഓടി. മൈക്രോ ഓവൻ ഓപ്പൺ ചെയ്ത് അതിനകത്ത് മൊബൈൽ ഫോണും ലാപ്ടോപ്പിൽ നിന്നും ഊരിയെടുത്ത ഹാർഡ് ഡിസ്കും ലഭിച്ച പെൻഡ്രൈവും വെച്ചതിനു ശേഷം ഫുൾ ഹീറ്റ് ഓൺ ചെയ്തു. അപ്പോഴേക്കും മനു ഡോർ തുറന്നിരുന്നു. സഹദേവൻ മെല്ലെ അകത്തു കയറി. സേറ കിച്ചണിൽ നിന്നും ഓടി ഹാളിൽ വന്നു നിന്നു. അകത്തു കയറിയ സഹദേവൻ ഒരു കസേര വലിച്ചെടുത്ത് സേറയുടെ മുന്നിൽ ചെന്നിരുന്നു. പോക്കറ്റിൽ നിന്നും റിവോൾവർ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. എവിടെയടി അവൻ? ഇടയ്ക്കിടെ സേറ കിച്ചണിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട സഹദേവനും കിച്ചണിലേക്ക് നോക്കി. ഓവർ ഹീറ്റായി മൈക്രോ ഓവനകത്തു നിന്നും ഫോണും ഹാർഡ് ഡിസ്കും അല്പം ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു. പിന്നെ അവിടെയെങ്ങും കറുത്ത പുക പടർന്നു തുടങ്ങി. പ്ലാസ്റ്റിക് കത്തിയ രൂക്ഷഗന്ധം പടർന്നതോടെ സഹദേവനും സേറയും ചുമക്കാൻ ആരംഭിച്ചു. പേടിച്ചുപോയ സഹദേവൻ ചാടിയെഴുന്നേറ്റ് സേറയുടെ കഴുത്തിന് പിടിച്ച് ചുമരോട് ചേർത്തു. എന്താടി നീ ചെയ്തത്? സേറ സഹദേവന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. വിട് സാറേ, ഇങ്ങനെ പേടിച്ചാലോ? അവൻ എവിടെയാണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും താനെന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. സാറിനിപ്പോ വേണേൽ എന്നെ കൊല്ലാം. പക്ഷേ താൻ കൊല്ലുന്ന അവസാനത്തെ ആളായിരിക്കും ഞാൻ. അതിനുള്ള വകയൊക്കെ ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്. സേറയുടെ വാക്കുകൾ കേട്ട് അല്പം ഭയത്തോടെ കഴുത്തിൽ നിന്ന് പിടിവിട്ട് അയാൾ നേരെ അടുക്കളയിലേക്ക് ചെന്ന് നോക്കി. മൈക്രോ ഓവന്റെ അകത്ത് പൊട്ടിക്കിടക്കുന്ന മൊബൈൽ ഫോണും ഹാർഡ് ഡിസ്കും പെൻഡ്രൈവും കണ്ടതോടെ ആകെ ആശയക്കുഴപ്പത്തിലായി. പിറകെ ചെന്ന് സേറ പറഞ്ഞു. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് പബ്ലിഷ് ആകുന്ന തരത്തിൽ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അതെന്റെ മരണമൊഴിയാണ്. അതുപോലെ പെൻഡ്രൈവിലുണ്ടായിരുന്ന നിന്റെ എല്ലാ തോന്നിയവാസങ്ങളും അതേ 2 മണിക്ക് തന്നെ സെൻഡാകുന്ന തരത്തിൽ എല്ലാ മാധ്യമങ്ങൾക്കും ഇമെയിലും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നിന്റെ ടവർ ലൊക്കേഷൻ, കോൾ ഹിസ്റ്ററി, പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ, ഇത്രയൊക്കെ പോരെ സഹദേവ നിന്നെ അഴിക്കുള്ളിൽ പൂട്ടാൻ? എടി, എന്നെ നീയെന്ന് വിളിക്കാനോളം ധൈര്യം നിനക്ക് എവിടുന്ന് കിട്ടി? അടങ്ങ് സഹദേവ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാനിപ്പോ മരണമടഞ്ഞാൽ നാളെ രാവിലെ വീഡിയോ പബ്ലിഷ് ആകും. പിന്നെ എന്തുണ്ടാകുമെന്ന് നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നാളെ 2 മണിക്ക് മുമ്പ് 1 കോടി അഡ്വാൻസ് കിട്ടണം. അങ്ങനെ ചെയ്താൽ പുതിയ മൊബൈൽ ഫോണിൽ ലോഗിൻ ചെയ്ത്
വീഡിയോയും ഇമെയിലും ഷെഡ്യൂൾ ടൈം മാറ്റിത്തരാം. നാളെ പറഞ്ഞ സമയത്ത് തുക കിട്ടിയില്ലെങ്കിൽ വീഡിയോ പബ്ലിഷ് ആവും. അങ്ങനെ വന്നാലും എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചതിന് നീ അകത്തുപോകും. അതിന് തെളിവായി നീ ഇവിടെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ തന്നെ ധാരാളമല്ലേ സഹദേവ? ദേഷ്യം സഹിക്കവയ്യാതെ സഹദേവൻ ചുമരിൽ ആഞ്ഞു ചവിട്ടി. സേറയെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി അവളെ തള്ളിമാറ്റി അയാൾ പുറത്തേക്കിറങ്ങി. ഇടയ്ക്കിടെ സേറയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവർ മൂവരും അവിടെ നിന്നും ഇറങ്ങിപ്പോയി. ദൈർഘ്യമുള്ള ആ ഇരുണ്ട രാത്രി കടന്നുപോയി. മണിക്കൂറുകളോളം ഉറങ്ങിയ അരവിന്ദൻ മെല്ലെ കണ്ണു തുറന്നു. താൻ എവിടെയാണുള്ളതെന്ന് മനസ്സിലാവാതെ അവൻ ചുറ്റും കണ്ണോടിച്ചു. പിന്നെ ഗ്ലൂക്കോസിന്റെ നീഡിൽ കയ്യിൽ നിന്നും ഊരിയതിനു ശേഷം ബെഡിൽ നിന്നും പതിയെ എഴുന്നേറ്റു. 1-2 തവണ വീഴാൻ പോയെങ്കിലും അവൻ പ്രയാസപ്പെട്ട് എഴുന്നേറ്റു നിന്നു. അല്പം ആലസ്യത്തോടെ അടുത്തുള്ള കണ്ണാടിക്കരികിലേക്ക് നടന്നു നീങ്ങി. കണ്ണാടിയിൽ നോക്കി നിൽക്കെ ഉമ മുറിയിലേക്ക് കയറി വന്നു. അല്ല, ആളെഴുന്നേറ്റോ? ഉമയുടെ ശബ്ദം കേട്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയ അരവിന്ദൻ കയ്യിലുണ്ടായിരുന്ന സർജിക്കൽ ബ്ലേഡ് ഉമയുടെ നേരെ നീട്ടി. ഹേയ്, കൂൾ കൂൾ, എന്താ ഇത്? ഉമ അടുത്തു ചെന്ന് അരവിന്ദന്റെ കയ്യിൽ നിന്ന് സർജിക്കൽ ബ്ലേഡ് പിടിച്ചു വാങ്ങി. എന്താടോ ഇത്? താൻ ആരാ? തന്റെ പ്രശ്നം എന്താ? ഒരു നിമിഷം നിശബ്ദമായി നിന്ന അരവിന്ദൻ പതുക്കെ സംസാരിക്കാൻ ശ്രമിച്ചു. സതീഷേട്ടൻ. അയാൾ പറയാൻ വന്ന വാക്കുകൾ സങ്കടം സഹിക്കവയ്യാതെ അയാൾ കടിച്ചമർത്തി. ഉമ അരവിന്ദനെ ചേർത്ത് പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ഏയ്, താനിങ്ങനെ തളർന്നു പോയാലോ? ഇന്നലെ എന്നോട് പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ? കാക്കിക്കുള്ളിലെ ക്രിമിനലിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നിന്റെ ജീവൻ ബാക്കി വേണമെന്ന്. എനിക്കൊന്നും ഓർമ്മയില്ല ചേച്ചി. ഞാനിവിടെ എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എന്നെ രക്ഷിച്ചത് നിങ്ങളാണെന്ന് കരുതുന്നു. അരവിന്ദന്റെ മറുപടി കേട്ട് ഉമ ആകെ അസ്വസ്ഥയിലായി. അടുത്തുണ്ടായിരുന്ന കസേരയിലിരുന്ന് അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നെ നിനക്ക് എന്താണ് ഓർമ്മയുള്ളത്? എന്റെ പേര് അരവിന്ദൻ എന്നാണ്. അരവിന്ദൻ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഉമയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. ഹലോ, ഇതാരാ? ഞാൻ സേറയാ ചേച്ചി. ഇതേതാ പുതിയ നമ്പർ? അതൊക്കെ പിന്നെ പറയാം. എത്രയും പെട്ടെന്ന് അയാളെ അവിടെ നിന്ന് മാറ്റണം. എന്തിന്? അയാളെ കൊല്ലാൻ നടക്കുന്നത് സർക്കിൾ ഇൻസ്പെക്ടർ സഹദേവനാണ്. ഞാനിന്നലെ അയാളെ വിളിച്ചിരുന്നു. എന്റെ ദൈവമേ, സേറ, നീ എന്തിനാണ് അയാളെ കോൾ ചെയ്യാൻ പോയത്? സൈബർ സെല്ലിന്റെ സഹായത്തോടെ നിന്റെ കോൾ ഹിസ്റ്ററി പരിശോധിച്ചാൽ എന്റെ ഫോൺ നമ്പർ ലഭിക്കില്ലേ? അത് മുഖേന അയാളെന്നെ തേടി വരില്ലേ? വരും ചേച്ചി. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അയാളെ പെട്ടെന്ന് മാറ്റാൻ. നീ പിന്നെ എന്തിനാണ് റിസ്ക് എടുത്ത് അയാളെ വിളിച്ചത്? ചേച്ചി, അതല്ലാതെ വേറെ വഴിയില്ല. സഹദേവനെ ചേച്ചിക്ക് നേരിൽ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ഇന്നലെ അങ്ങനെ കോൾ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവൻ അപകടത്തിലാകുമായിരുന്നു. അങ്ങനെ കോൾ ചെയ്തതുകൊണ്ട് വേറെയും ഉപകാരമുണ്ടായി. ആ ഫോൺ കോൾ കാരണം ഇന്നലെ മുഴുവൻ അയാളെന്റെ പിറകെയായിരുന്നു. ഇന്ന് 2 മണിക്ക് മുന്നേ എനിക്ക് പണം എത്തിച്ചു തരാനുള്ള നെട്ടോട്ടത്തിലുമായിരിക്കും. കുറച്ചുനേരമെങ്കിലും അയാളുടെ അന്വേഷണം വഴിമുട്ടിക്കണം. അതുകൂടിയായിരുന്നു എന്റെ ലക്ഷ്യം. സേറ, എന്നാൽ ഈ കാര്യം നിനക്ക് രാത്രി തന്നെ വിളിച്ചു പറഞ്ഞൂടെ? ചേച്ചി, അതിനെന്റെ കയ്യിൽ ഫോണോ സിം കാർഡോ ഉണ്ടായിരുന്നില്ല. ഇന്നലെ തന്നെ അവയൊക്കെ ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. മറ്റുള്ളവരുടെ ഫോണിൽ വിളിച്ച് ചുമ്മാ അവരെ കൂടി ഇതിൽ ഇൻവോൾവ് ആക്കേണ്ട എന്ന് കരുതി. അങ്ങോട്ട് വന്നാ എനിക്ക് പുറകെ അവരും അവിടെ എത്തും. ഞാനിത് ഹോസ്പിറ്റലിലെ ലാൻഡ് ലൈനിൽ നിന്നാണ് വിളിക്കുന്നത്. ചേച്ചി, ഇപ്പോൾ സമയം 8:30. തൽക്കാലം അയാളെ സൈമണേട്ടന്റെ വീട്ടിലേക്കോ മറ്റോ മാറ്റണം. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ സേറ? നമുക്ക് മീഡിയ വഴി വാർത്ത കൊടുത്താലോ? അവന്റെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാമല്ലോ. അവനും നമ്മളും എല്ലാം സേഫ് ആകില്ലേ? അതാണെങ്കിൽ എനിക്ക് ആദ്യമേ ചെയ്തൂടെ ചേച്ചി? അങ്ങനെ പറഞ്ഞാൽ സഹദേവനാണ് ആദ്യം സേഫ് ആവുക. എല്ലാ തെളിവുകളും അരവിന്ദന് നേരെ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ അയാൾ കളിക്കാനായി കളത്തിലിറങ്ങുകയുള്ളൂ. സഹദേവനെതിരെ തെളിവുകളൊന്നുമില്ലാതെ എടുത്തുചാടി അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ ചെയ്യരുത്. പ്രതിയെ ഒളിവിൽ താമസിപ്പിച്ചതിന് എല്ലാവരും അകത്തുപോകുമെന്നല്ലാതെ ഒരു പ്രയോജനവും കാണില്ല. എന്നാൽ സേറ, ഞാനൊന്ന് സൈമണിന്റെ ഫോൺ നമ്പർ സജിയോട് വിളിച്ചു ചോദിക്കട്ടെ. സേറയുടെ ഫോണ് കട്ട് ചെയ്ത് ഉമ പെട്ടെന്ന് തന്നെ സജിയെ കോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പുറത്ത് ജീപ്പ് നിർത്തുന്ന ശബ്ദം കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ അത് സൈമണായിരുന്നു. ഉമയെ കണ്ടതും സൈമൺ പറഞ്ഞു, ആൾക്കെങ്ങനെയുണ്ട്? വിവരങ്ങൾ ചോദിക്കാൻ ഫോൺ നമ്പർ കയ്യിലുണ്ടായിരുന്നില്ല. എന്തായാലും നിങ്ങളിപ്പോൾ വന്നത് നന്നായി. ആകെ പ്രശ്നമാണ് സൈമണേട്ടാ. അയാളെയും കൂട്ടി നിങ്ങൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് മാറി നിൽക്കണം. അതേസമയം കോളുകളുടെ ഡീറ്റെയിൽസ് ശേഖരിച്ച ശേഷം
അൻവർ സഹദേവനെ കോൾ ചെയ്തു. സാറേ, ഒരു ഉമ എന്ന സ്ത്രീയാണ് അവസാനമായി കോൾ ചെയ്തിരിക്കുന്നത്. രാത്രി 11 മണിക്ക് ശേഷം. സെറയും ഉമയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടായി പലതവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉറപ്പാണ് സാറേ, അരവിന്ദൻ അവിടെ തന്നെ കാണും. പറഞ്ഞുകൊണ്ടിരുന്ന അൻവറിന്റെ വാക്ക് തടഞ്ഞുകൊണ്ട് സഹദേവൻ അലറി. നീ എന്താ കരുതിയത്? ആ സേറയുണ്ടല്ലോ, അവൾക്ക് കാഞ്ഞ ബുദ്ധിയാ. ഇന്നലെ രാത്രി നീയും കണ്ടതല്ലേ? അവൾക്ക് നേരെ ഒരു വിരൽ ചൂണ്ടാൻ പോലും അനുവദിക്കാതെ നാണം കെട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്ന അവസ്ഥ നീ മറന്നുപോയോ? അത്രയൊക്കെ ചെയ്തു കൂട്ടാൻ അറിയുന്നവൾക്ക് ഉമ്മയുടെ നമ്പർ കണ്ടെത്തി ഞാൻ അവിടെ ചെല്ലുമെന്ന് മനസ്സിലാക്കാനാണോ പാട്? എന്റെ തലയിലടിച്ച് അവനെയും കൊണ്ട് കടന്നു കളഞ്ഞ ജീപ്പ് കണ്ടെത്താൻ പറഞ്ഞാൽ നീ ആ പണി മാത്രം ചെയ്താൽ മതി. അല്ലാതെ സേറയുടെ കോൾ ഡീറ്റെയിൽസ് കണ്ടെത്തി ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട. സോറി സാറേ. സഹദേവന്റെ ഫോണ് കട്ട് ചെയ്ത ഉടനെ അൻവർ തലമുടികൾ പിടിച്ചു വലിച്ച് അസ്വസ്ഥതയോടെ തനിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. ആകെ ആ ജീപ്പിന്റെ ശബ്ദം മാത്രമാണ് കേട്ടിട്ടുള്ളത്. അത് വെച്ച് ആ ജീപ്പ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് പഠിച്ചോനെ? അതേസമയം അരവിന്ദനെയും കൊണ്ട് സൈമണിന്റെ ജീപ്പ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അരവിന്ദൻ വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടു. സൈമൺ വാഹനമൊതുക്കി നിർത്തിയതിനു ശേഷം ചോദിച്ചു, എന്താ മോനെ, എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? സൈമണിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ അരവിന്ദൻ തിരിച്ചങ്ങോട്ട് ചില കാര്യങ്ങൾ ചോദിച്ചു. നിങ്ങളുടെ പേരെന്താ? വീട്ടിൽ ആരൊക്കെയുണ്ട്? ആ, ഇത് ചോദിക്കാനാണോ നീ വണ്ടി നിർത്താൻ പറഞ്ഞത്? ഞാൻ സൈമൺ. എനിക്ക് ഒരു മോള് മാത്രമേ ഉള്ളൂ. ഭാര്യ മരിച്ചുപോയി. ബന്ധുക്കളെ മുഴുവൻ എതിർത്തുകൊണ്ടുള്ള മിശ്രവിവാഹമായതുകൊണ്ട് തന്നെ അവളുടെ മരണാനന്തര ചടങ്ങിന് പോലും ആരും ഉണ്ടായിരുന്നില്ല. എന്റെ വിശേഷങ്ങൾ അവിടെ ഇരിക്കട്ടെ, താനിതുവരെ കാര്യം പറഞ്ഞില്ല. സൈമണേട്ടാ, എന്നെ രക്ഷപ്പെടുത്താൻ കാണിച്ച മനസ്സിന് നന്ദി. ഞാനിവിടെ ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ എന്നെ രക്ഷിച്ചതിന്റെ പേരിൽ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അരവിന്ദന്റെ മറുപടി കേട്ട് സൈമൺ ഒന്ന് ചിരിച്ചു. ആ, എന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് കരുതി മാറി നിൽക്കുന്നവനാണ് ഈ സൈമണെങ്കിൽ ആ രാത്രി അയാൾ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ പ്രതികരിക്കാതെ മറഞ്ഞു നിന്ന് എല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കുമായിരുന്നു. അവന്റെ തല അടിച്ചു പൊട്ടിച്ച് തന്നെ രക്ഷിക്കാനുള്ള ചങ്കുറ്റം കാണിക്കാൻ അറിയാമെങ്കിൽ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണുന്നതുവരെ തന്റെ കൂടെ നിൽക്കാനുള്ള ചങ്കുറ്റവും ഈ സൈമണിനുണ്ട്. സൈമണിന്റെ ആ മറുപടി അരവിന്ദനിൽ കൂടുതൽ ആത്മവിശ്വാസം നിറച്ചു. അവൻ സൈമണിനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. പിന്നൊരു കാര്യം, ശത്രുവിനെ ഭയന്ന് ഇതുപോലെ ഓടി ഒളിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും. സൈമണിന്റെ ആ വാക്കുകൾ കേട്ടതും തലയിലെ കെട്ടഴിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് അരവിന്ദൻ പറഞ്ഞു, ഞാൻ ശത്രുവിനെ പേടിച്ച് ഓടുന്ന ആളാണെന്ന് സൈമണേട്ടന് തോന്നുന്നുണ്ടോ? എങ്കിൽ തെറ്റി. ഓരോ നിമിഷവും അയാൾ എന്നെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രതികാരത്തിന് മുന്നിൽ ഓടി ഓടി ഒടുവിൽ അയാൾ തളർന്നു വീഴും. സിംഹം ഇരയെ പിടിക്കുന്നത് പോലെ തളർന്നു വീണ അയാളെ ഞാൻ ചാടിപ്പിടിക്കും. സ്റ്റിച്ചിട്ട ഭാഗം തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്ന അരവിന്ദനോട് സൈമൺ തിരക്കി, എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? സ്റ്റിച്ചിട്ടതിൽ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല സൈമണേട്ടാ, വലത്തുനിന്ന് ഇടത്തോട്ടാണ് സ്റ്റിച്ച് കെട്ടിയിരിക്കുന്നത്. സ്റ്റിച്ചിട്ട ആള് ഒരു ഗൈനക്കോളജിസ്റ്റ് ആണോ? അറിയില്ല, പക്ഷേ ഉമ്മയുടെ ഫ്രണ്ടാണ്. ഇടത്തെ കൈകൊണ്ട് സ്റ്റിച്ചിടുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതൊരു ലേഡി ഡോക്ടറാണോ സൈമണേട്ടാ? അതെ, ലേഡി ഡോക്ടറാണ്. ജീപ്പിൽ നിന്ന് പുറത്തിറങ്ങി വിജനമായ റോഡിലേക്ക് നോക്കിക്കൊണ്ട് അരവിന്ദൻ പറഞ്ഞു. പേര് സേറ മുഹമ്മദ്. ആ പേര് കേട്ട ഉടനെ സൈമൺ വണ്ടിയിൽ നിന്നും ഇറങ്ങി അരവിന്ദന്റെ അരികിൽ ചെന്ന് പറഞ്ഞു, അതെ, ആ പെൺകുട്ടി തലയിൽ തട്ടമിട്ടിരുന്നു. ഇടയ്ക്ക് ഉമ, സേറ എന്നോ മറ്റോ വിളിച്ചു കേട്ടതായി ഓർമ്മയുമുണ്ട്. അപ്പോൾ സേറയെ തനിക്ക് പരിചയമുണ്ട് അല്ലേ? ഉണ്ട് സൈമണേട്ടാ. എന്നിട്ടവൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ല? അവൾ പറയില്ല. കാരണങ്ങളേറെയുണ്ട്. അതേസമയം സഹദേവൻ അൻവറിനെ കോൾ ചെയ്തു. എന്തായി, എന്തെങ്കിലും വിവരം ശേഖരിച്ചോ? അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ. എനിക്കറിയാം, നിന്നെയൊക്കെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഞാനും മനുവും പണത്തിനു വേണ്ടി നെട്ടോട്ട് ഓടുകയാണ്. അതിനിടയിൽ നിന്നെ ഏൽപ്പിച്ച പണി കൂടി ഞാൻ എടുക്കണമായിരിക്കും. സോറി സാറേ, ആ വണ്ടിയുടെ ശബ്ദം മാത്രം കേട്ടിട്ട് ഞാനെങ്ങനെ അന്വേഷിക്കാനാണ്? വിവരമില്ലാത്ത നിന്നെയൊക്കെ ഈ പണി ഏൽപ്പിച്ചതാണ് തെറ്റ്. നീ പാറക്കാടി കൊയ്യം ഭാഗത്ത് ഇന്നലെ രാത്രി ഏകദേശം 10 മണിക്ക് പാസ് ചെയ്തു പോയ ജീപ്പിനെ കുറിച്ച് അന്വേഷിക്ക്. ആ ഏരിയയിൽ എവിടെ CCTV ക്യാമറ കണ്ടാലും പരിശോധിക്കണം. ലോക്കൽ സ്റ്റേഷനിൽ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. എന്തേലും ആവശ്യമുണ്ടെങ്കിൽ അവർ നിന്നെ സഹായിക്കും. ശരി സാറേ, ഞാൻ 1 മണിക്കൂർ കൊണ്ട് വിവരം തരാം. അതേസമയം തന്റെ കഥ അരവിന്ദൻ സൈമണിനോട് വിവരിച്ചു തുടങ്ങി. ഞാൻ അരവിന്ദൻ.
സമഗ്രം സായാഹ്ന പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. എനിക്ക് ഓർമ്മ വെച്ച നാൾ തൊട്ട് അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരിക്കൽ പോലും എൻ്റെ അച്ഛൻ ആരാണെന്ന ചോദ്യം ഞാൻ അമ്മയോട് ചോദിച്ചിട്ടില്ല. കാരണം അത്രയേറെ ദുരിതങ്ങൾ പേറിയാണ് എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. എനിക്ക് 10-12 വയസ്സുള്ളപ്പോൾ രോഗബാധിതയായി അമ്മ മരിച്ചുപോയി. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് സമഗ്രം സായാഹ്ന പത്രത്തിന്റെ ഉടമയായ സതീഷേട്ടൻ എന്റെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടുകാർ എതിർത്തിട്ടും എനിക്ക് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും അദ്ദേഹം തന്നു. കിടന്നുറങ്ങാൻ വിശാലമായ പ്രസ്സിന്റെ അകത്ത് ഒരിടവും ഒരുക്കി തന്നു. പ്രസ്സിനകത്തെ കടലാസ കൂമ്പാരങ്ങളിൽ നിന്ന് വാർത്തകൾ വായിച്ചാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെ വാർത്തകളോട് അടങ്ങാത്ത ആവശ്യമായിരുന്നു എനിക്ക്. അപകടങ്ങൾ, കൊലപാതകങ്ങൾ, ദുരൂഹമരണങ്ങൾ എന്നിവ വാർത്തയാകുമ്പോൾ സമാന രീതിയിൽ മുൻപും അതുപോലൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അവ കണ്ടെത്തി പരസ്പരം കോർത്തിണക്കി റിപ്പോർട്ട് തയ്യാറാക്കുന്ന ശീലം എനിക്കുണ്ടായിരുന്നു. എന്റെ കണ്ണുകൾ പതിയാത്ത വാർത്തകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ജോലി എനിക്ക് എളുപ്പമായിരുന്നു. എന്റെ ആ കഴിവിനെ സതീഷേട്ടൻ നിരുത്സാഹപ്പെടുത്തിയില്ല. അദ്ദേഹം അതിനുവേണ്ടി എനിക്ക് സൗകര്യങ്ങൾ ഒരുക്കി തന്നു. പഠനം കഴിഞ്ഞപ്പോൾ സമഗ്രം പത്രത്തിനു വേണ്ടി ജോലി ചെയ്യാനായിരുന്നു എനിക്ക് ആഗ്രഹം. ദുരൂഹത നിറഞ്ഞ കേസുകളുടെ ചുരുളഴിക്കുന്ന റിപ്പോർട്ടുകൾ ശേഖരിച്ച് അത് പരമ്പരകളായി പ്രസിദ്ധീകരിക്കാൻ എനിക്കായി പത്രത്തിലൊരു കോളം തന്നെ വിട്ടുതന്നു. ഞാൻ കണ്ടെത്തിയ ചില റിപ്പോർട്ടുകൾ പല കേസുകൾ തെളിയിക്കുന്നതിനായി പോലീസുകാർക്ക് പോലും സഹായകമായി തുടങ്ങി. അതോടെ സമഗ്രം സായാഹ്ന പത്രത്തിന്റെ സർക്കുലേഷൻ 10 മടങ്ങ് വർദ്ധിച്ചു തുടങ്ങി. മുൻനിര പത്രങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ പത്രം ജനങ്ങളിലേക്ക് വലിയ തോതിൽ പ്രചരിച്ചു തുടങ്ങി. അങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി എന്ന സ്ത്രീ സ്വന്തം ഭർത്താവിനെ കൊന്ന് ആത്മഹത്യ ചെയ്ത വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇരുവരുടെയും മക്കൾ വിദേശത്താണ്. വർഷങ്ങളായി സന്തോഷത്തോടെ ഒരുമിച്ച് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീട്ടിൽ അവർ താമസിച്ചു പോരുന്നു. പെട്ടെന്നൊരു ദിവസം അവർക്കിടയിൽ എന്ത് സംഭവിച്ചു എന്നത് എന്നെ ആകെ ആശയക്കുഴപ്പത്തിലാക്കി. ഭർത്താവിനെ കൊലപ്പെടുത്താൻ വേണ്ടി പല മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നായി ഡോക്ടറുടെ വ്യാജക്കുറിപ്പ് ഉപയോഗിച്ച് ഉറക്ക ഗുളികകൾ വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഭാഗ്യലക്ഷ്മിയുടെ ഭർത്താവ് മരിച്ചിരിക്കുന്നത് അമിതമായി ഉറക്ക ഗുളിക കഴിച്ചതിനാലുമാണ്. ഇതേപോലെ ഒരു വാർത്ത വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതായി എന്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ അതെപ്പോഴാണ് എന്നത് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പിന്നെ ഊണും ഉറക്കവും ഒഴിച്ച് പ്രസ്സിലെ പത്രശേഖരണ മുറിയിൽ പഴയകാല പത്രങ്ങളുടെ കെട്ടടിച്ച് പരിശോധന ആരംഭിച്ചു. 3 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ ഞാൻ ആ വാർത്ത കണ്ടെത്തി. ഭർത്താവിനെ കൊലപ്പെടുത്തി ഭാര്യ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. സൂസന്ന സ്റ്റീഫൻ ദമ്പതികളുടെ വാർത്തയായിരുന്നു അത്. മക്കളെല്ലാം വിദേശത്താണ്. ഏക്കർ കണക്കിന് വിശാലമായി കിടക്കുന്ന പറമ്പിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വീടാണ് അവരുടേത്. 2 കേസുകളുടെയും പ്രാഥമിക അന്വേഷണ ചുമതല സർക്കിൾ ഇൻസ്പെക്ടർ സഹദേവനാണ്. കൊന്നതിനും ആത്മഹത്യ ചെയ്തതിനുമൊക്കെ വ്യക്തമായ തെളിവുകളുണ്ട്. എത്ര തുടരന്വേഷണം നടന്നാലും സഹദേവൻ കണ്ടെത്തിയതിന് അപ്പുറം 1 ഇഞ്ച് പോലും അന്വേഷണം മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം പഴുതടച്ച അന്വേഷണ റിപ്പോർട്ടുകളാണ് അയാളുടേത്. അതോടെ എന്റെ അന്വേഷണം സഹദേവന് പുറകെയായി. 12 വർഷത്തെ സർവീസിനിടെ നിരവധി സ്ഥലമാറ്റങ്ങൾ ആവശ്യപ്പെട്ട് നേടിയിരിക്കുന്നു. ചാർജ് എടുത്ത് 2-3 മാസങ്ങൾ കൊണ്ട് തന്നെ അന്വേഷണ പരിധിയിൽ ദുരൂഹ മരണങ്ങൾ നടന്നിരിക്കും. വിദേശത്ത് കുടുംബങ്ങളുള്ള, നാട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ് സഹദേവന്റെ ഇരകൾ. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഞാൻ ചില നിഗമനങ്ങളിലെത്തി. ആദ്യം സാമ്പത്തിക ഭദ്രതയുള്ള ഒറ്റപ്പെട്ട് താമസിക്കുന്ന കുടുംബങ്ങളെ കണ്ടെത്തും. തന്റെ പോലീസ് പദവി ഉപയോഗിച്ച് ആ കുടുംബവുമായി സൗഹൃദമുണ്ടാക്കും. വിശ്വാസം നേടിയെടുക്കുന്നതോടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തും. സഹദേവനുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ ആദ്യം വൻതുക ലാഭമുണ്ടാക്കി കൊടുക്കും. പിന്നെ വലിയൊരു തുക അവരിൽ നിന്ന് നേടിയെടുത്തു കഴിഞ്ഞാൽ അവരെ കൊല്ലാനുള്ള മാർഗങ്ങൾ തെളിവ് സഹിതം അവരെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കും. എന്റെ നിഗമനം ശരിവെക്കുന്ന കണ്ടെത്തലുകളായിരുന്നു പിന്നീടുള്ള അന്വേഷണങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. സഹദേവന്റെ പുതിയ ഇര സേറയായിരുന്നു. ഒളിച്ചോടി വിവാഹം കഴിച്ച അവരുടെ ഭർത്താവ് വിദേശത്താണ്. കോടിക്കണക്കിന് ആസ്തിയുള്ള സേറയുമായി ഭർത്താവ് അറിയാതെ സഹദേവൻ വലിയ പണമിടപാടുകൾ നടത്തിയിരുന്നു. ഞാൻ വിവരങ്ങൾ സേറയെ അറിയിക്കാൻ തീരുമാനിച്ചു. പക്ഷേ എന്നെ അവർ വിശ്വസിക്കാൻ തയ്യാറായില്ല. മികച്ച ലാഭങ്ങൾ ഉണ്ടാക്കിക്കൊടുത്ത് അയാൾ സേറയെ വശത്താക്കി കഴിഞ്ഞിരുന്നു. ഇന്നലെ രാത്രി ഓഫീസിൽ ചെന്ന് ഞാനും സതീഷേട്ടനും ചേർന്ന് കണ്ടെത്തിയ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. പെട്ടെന്നാണ് സഹദേവനും കൂട്ടരും ഓഫീസിലേക്ക് കയറി വന്നത്. സഹദേവൻ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പുദണ്ട് കൊണ്ട് ആദ്യം തന്നെ എന്റെ നെറ്റിയിലടിച്ചു. വളരെ പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ എനിക്ക് തടയാനായില്ല.
അവരുടെ കൂട്ടത്തിലുള്ള ഒരുത്തൻ അതേ സമയത്ത് തന്നെ എന്റെ പിറകിൽ കടാര കൊണ്ട് വെട്ടി. ഒരു നിമിഷം ബോധരഹിതനായി വീണ ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് കഴുത്തു മുറുക്കി കൊന്ന ശേഷം സതീഷേട്ടനെ കെട്ടിത്തൂക്കാൻ ശ്രമിക്കുന്നതാണ്. അവരെ പ്രതിരോധിക്കാനുള്ള കരുത്ത് അപ്പോൾ എനിക്കുണ്ടായിരുന്നില്ല. ഒരവസരം കിട്ടിയപ്പോൾ ഞാൻ ഇറങ്ങി ഓടി. എല്ലാം കേട്ടുനിന്ന സൈമൺ പതറിയ ശബ്ദത്തോടെ അരവിന്ദനോട് ചോദിച്ചു, അപ്പോൾ സേറ എല്ലാ കാര്യങ്ങളും സഹദേവനോട് ചോദിച്ചു കാണും അല്ലേ? അതെ സൈമണേട്ടാ, അവർ തമ്മിൽ ആ കാര്യങ്ങൾ സംസാരിച്ച് വഴക്കുണ്ടായി കാണും. സഹദേവൻ എന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചത് കണ്ടതോടെ സ്വയരക്ഷയ്ക്കായി അവളും പരക്കം പായുകയായിരിക്കും. പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ 2ാം ഭാഗം അടുത്ത ദിവസം വരുന്നതായിരിക്കും. കഥ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. താങ്ക്